ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ 1 രാത്രിയാണ്. ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. യുക്രൈൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണം റഷ്യയുടെ നേർക്ക് നടത്തിയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ആക്രമണത്തിൻ്റെ സ്വഭാവം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. എറണാകുളത്ത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ ഒരു വലിയ മദർഷിപ്പ് വരുന്നു. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള കണ്ടെയ്നറുകളുണ്ട്. ആ കണ്ടെയ്നറുകൾ ക്രെയിനിൽ ഇറക്കി താഴെ വയ്ക്കുന്നു. ട്രക്കിലേക്ക് കയറ്റാനായിട്ട് ചെക്കിങ്ങിനായിട്ട് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സുണ്ട്. കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്ത് വിഴിഞ്ഞത്തേക്ക് പോകുന്ന കണ്ടെയ്നേഴ്സ് വേറെ മാറ്റുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു കണ്ടെയ്നറിൻ്റെ മുകൾ വശം ഓട്ടോമാറ്റിക്കലി തുറക്കുന്നു. അതിൽ നിന്ന് ഒരു പറ്റം ഡ്രോണുകൾ കടന്നലുകൾ പോലെ ആകാശത്തേക്ക് പൊങ്ങുന്നു. തൊട്ട് ഓപ്പോസിറ്റാണ് മലബാർ പാലസ് എന്ന ഹോട്ടൽ. അത് തകരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് കിഴക്ക് വശത്ത്, അതിലേക്ക് ഡ്രോൺ പതിച്ച് തകരുന്നു. തെക്കോട്ട് സതേൺ നേവൽ കമാൻഡ്, അതിൻ്റെ റൺവേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മുഴുവൻ ഡ്രോണുകൾ കൊണ്ട് തകരുന്നു. പിന്നെ ബോൾഗാട്ടിയിലെ നമ്മളുടെ ഹയാത്ത് റീജൻസി ഹോട്ടൽ അത് തകരുന്നു. കിഴക്ക് വശത്ത് ഹൈക്കോടതി തകരുന്നു. ഒരു നൂല് പിടിച്ചാൽ നേരെ 4-5 കിലോമീറ്റർ വരുന്ന, അതായത് 5000 മീറ്റർ, അതൊക്കെ ഒരു ഡ്രോണിൻ്റെ റേഞ്ചിൽ വരുന്നതാണ്. നാഷണൽ ആർമമെൻറ്റ് ഡിപ്പോ NAD അത് തകരുന്നു. എറണാകുളം വാർഫിലുള്ള കൊച്ചിൻ റിഫൈനറിലേക്കുള്ള ഓയിലുമായിട്ട് ടാങ്കർ കിടക്കുന്നു. ആ ടാങ്കർ അൺലോഡ് ചെയ്യുന്നതിനിടയ്ക്ക് അതിൽ വാൻ സ്ഫോടനത്തോടെ ഈ ഡ്രോൺ വന്ന് പതിക്കുന്നു. ഇങ്ങനൊരു സീൻ ആലോചിച്ച് നോക്കുക. സർവനാശം വിതയ്ക്കുന്ന ഡ്രോണുകൾ വളരെ പെട്ടെന്ന് 4 പാടും. പോട്ടെ, വൈപ്പിനിൽ നമ്മുടെ LPG സ്റ്റോറേജ് ടാങ്കും ഉണ്ട്. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 300 മീറ്റർ ദൂരെ LPG ടാങ്കിലേക്ക് ഡ്രോൺ പോയി ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഭീമമായ ശബ്ദത്തോടെ അത് പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിച്ചാലും ആളുകൾക്ക് കുഴപ്പമൊന്നും വരില്ല, കാരണം അതിൻ്റെ സേഫ്റ്റി ആ രീതിയിലാണ്. ആളുകൾക്ക് പ്രശ്നം വരികയില്ല. പക്ഷേ മണിക്കൂറുകളോളം ആ ഗ്യാസ് നിന്ന് കത്തും. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ അമ്പരന്ന് പോകുന്ന ഒരാക്രമണം. ഈ കണ്ടെയ്നറുടെ ഒറിജിൻ തുർക്കിയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇത്രയും ഒരു സംഭവം എറണാകുളത്ത് നടന്നാൽ രാജ്യത്തിനുണ്ടാകുന്ന ഷോക്ക് എത്രയായിരിക്കും? ഇതാണ് യുക്രൈൻ റഷ്യയിൽ ചെയ്തിരിക്കുന്നത്. 1.5 വർഷത്തെ പ്ലാനിങ് കൊണ്ട് യുക്രൈൻ ചെയ്ത പ്രവൃത്തിയാണ്. അതായത് 4 എയർബേസുകളിലായിട്ട് 40 വിമാനങ്ങൾ യുക്രൈൻ തകർത്തു. അത് വലിയ കാര്യമാണോ? 4 എയർബേസ്, 40 വിമാനം, ഇത്രയല്ലേ ഉള്ളൂ? അങ്ങനെയല്ല. ഈ എയർബേസുകൾ 1800 മുതൽ 4000 കിലോമീറ്റർ വരെ ദൂരെയുള്ളവരാണ്. ഇവിടം വരെ യുക്രൈൻ എങ്ങനെ എത്തി? അവർ ട്രക്കിലെത്തി. ക്ലോസ്ഡ് ട്രക്കിൽ, കണ്ടെയ്നർ പോലെയുള്ള ട്രക്ക്, കണ്ടെയ്നർ അല്ല അത്, ട്രക്ക് തന്നെ ക്ലോസ്ഡ് ട്രക്കായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇതിൽ നിറയെ ഡ്രോണുകളാണ്. ഈ ട്രക്കുകൾ മെല്ലെ ഓടി എയർബേസിൻ്റെ അടുത്ത് എത്തുന്നു. ട്രക്കിൻ്റെ മുകൾ വശം ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നു. അകത്തെ ഡ്രോണുകൾ പൊങ്ങി എയർബേസിലെ വിമാനങ്ങളെ എല്ലാം ആക്രമിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. സ്വയം പൊട്ടുകയാണ് ഡ്രോൺ, അല്ലാതെ ആക്രമിച്ചിട്ട് തിരിച്ച് വരാനൊന്നുമില്ല. അതിലേക്ക് അങ്ങ് വീണ് ഈ നമ്മളുടെ ഈയാമ്പാറ്റ വിളക്കിൽ വീഴുമല്ല, അതുപോലെ വീണ് വിളക്കും കെടുത്തി ഈയാമ്പാറ്റയും ചത്തുപോകുന്ന അവസ്ഥ. എന്നാൽ ഈ ഡ്രോണുകൾ ട്രക്കിൽ കയറ്റി ഇവിടം വരെ എത്തിച്ചതെങ്ങനെ? അവിടെയാണ് ഹ്യൂമൻ എലമെൻറ്റ്. കൈക്കൂലി കൊടുത്താണ്.
കൈക്കൂലി ഭൂമിയിലെങ്ങുമുള്ള ഒരു ഏർപ്പാടാണ്. പട്ടാളക്കാരനെന്താ, കൈക്കൂലി വാങ്ങിയാൽ കഴിക്കുക, കൾട്ടിവേറ്റ് ചെയ്യും അതിർത്തിയിലെ പട്ടാളക്കാരെ. ലോഹ്യം പറഞ്ഞും അങ്ങനെ പറഞ്ഞും കള്ളു കൊടുത്തും പിടിച്ചുമൊക്കെ സുഹൃത്താക്കിയിട്ട് പിന്നെ അവനൊന്ന് കണ്ണടയ്ക്കും, ഒരു ട്രക്ക് അങ്ങ് പൊക്കോട്ടെ എന്ന്. അത്യാവശ്യ സാധനങ്ങളാണ് ചേട്ടാ, വേറെ ചെക്കിംഗ് ഒന്നും വേണ്ട, നമ്മൾ തമ്മിലൊരു വിശ്വാസമൊക്കെ ഉള്ളത്, പിന്നെ അത് കുഴപ്പമൊന്നുമില്ല, നീ അങ്ങ് കൊണ്ടുപോകും. ഈ രീതിയിൽ ആൻഡ് ദേ ടുക്ക് 1.5 years ഫോർ ദിസ്. 1.5 വർഷത്തെ അധ്വാനമാണ്. ഫ്രം ബ്രൈബ് ടു എക്സ്പ്ലോഷൻ. ലുക്ക് അറ്റ് പീപ്പിൾ ഹൗ ദേ ഫൈറ്റ് ദെയർ വാർ. നമുക്ക് ഇത് ഭാരതത്തിൽ കുറച്ചുകൂടെ എളുപ്പമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരതത്തിലേക്ക് അതിർത്തി വഴി ട്രക്ക് കടന്നു വരാൻ വലിയ പ്രയാസമാണ്, ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്, ചെക്ക് പോസ്റ്റും അത് ഇതുമൊക്കെ ആയിട്ട്. കൈക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ 1-2 പേർക്ക് കൊടുക്കുക, അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പരസ്യമായി പോകും. അത് ഭയന്നിട്ട് അങ്ങനെ ആരും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് കര അതിർത്തി വഴി, അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, കാശ്മീർ ഈ പ്രദേശങ്ങൾ വഴിക്ക് ട്രക്കുകൾ വരാൻ സാധ്യമല്ല. പിന്നെ വരാൻ സാധ്യതയുള്ള സോഫ്റ്റ് ടാർഗറ്റുകൾ ഏതാണ്? നമ്മളുടെ സീ പോർട്ടുകളാണ്. സീ പോർട്ടുകൾ പ്രായേണ സെക്യൂരിറ്റി കുറവാണ്. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. വല്ലാർപാടം ടെർമിനലിനുള്ളിൽ കസ്റ്റംസുകാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2012 വരെ അതായിരുന്നു സ്ഥിതി. അവർ കയറ്റില്ല. അത് സ്പെഷ്യൽ എക്കണോമിക് സോണാണ്, അവിടെ കസ്റ്റംസ് കയറാൻ പാടില്ല. ഫൈനലി സർക്കാർ വഴങ്ങി, ശരി കസ്റ്റംസ് കയറണമെങ്കിൽ കയറണ്ട. ഇതാണ് വല്ലാർപാടം ടെർമിനൽ. അതിൻ്റെ കൊമേഴ്ഷ്യൽ ഇംപ്ലിക്കേഷൻ അത് ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല. ബട്ട് വാട്ട് അബൌട്ട് ദ സെക്യൂരിറ്റി? ഇൻകമ്മിങ്ങോ ഔട്ട് ഗോയിങ്ങോ ആയിട്ടുള്ള കണ്ടെയ്നർ പരിശോധിക്കാൻ കസ്റ്റംസുകാരില്ല അവിടെ, അവരുടെ പ്രസൻസ് ഈസ് ബാൻഡ്. അപ്പോൾ പൊതുവേ നമ്മളുടെ പോർട്ടുകൾ സെക്യൂരിറ്റി ഇല്ലാത്തവയാണ്. അങ്ങനെയാണ് വിഴിഞ്ഞത്ത് നിന്ന് പഴയ ഒരു കപ്പൽ ചെരിഞ്ഞും ബുദ്ധിയൊക്കെ വന്നിട്ട് അവസാനം മുങ്ങിപ്പോയത്. അവർക്ക് ആവശ്യമില്ലാത്തൊരു കപ്പൽ, അതിലെന്തൊക്കെയോ കാർഗോയൊക്കെ കൊണ്ടുവന്ന് നടുക്കടലിൽ മുക്കിയിട്ട് അവരങ്ങ് പോയി. ഇത് ഭാരതത്തിലായതുകൊണ്ടാണ് നടക്കുന്നത്. നമ്മളുടെ പോർട്ടുകളിൽ സേഫ്റ്റി കുറവാണ്. വിഴിഞ്ഞത്ത് കസ്റ്റംസുകാർക്ക് പ്രവേശനമുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, എനിക്കിതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. നമ്മളുടെ പോർട്ട് വളരെ അലക്ഷ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി ദൃഷ്ടിയിൽ, അതർവൈസ് എഫിഷ്യൻ്റൊക്കെയാണ്. സെക്യൂരിറ്റി ദൃഷ്ടിയിൽ നമുക്കങ്ങനെ ഒരു സെക്യൂരിറ്റി ദൃഷ്ടി തന്നെ ഇല്ല. ഭീമൻ കണ്ടെയ്നറുകൾ വരുന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രോമാഞ്ചം കൊള്ളുന്ന ആൾക്കാരാണ് നമ്മൾ. ഈ ഭീമൻ കണ്ടെയ്നറിനുള്ളിൽ എന്തൊക്കെ വരാം എന്ന് നമ്മൾ ആലോചിക്കാറില്ല. നാളെ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവർ യുക്രൈൻ നടത്തിയ കണ്ടെയ്നർ ഓപ്പറേഷനിൽ അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്നെനിക്ക് ഉറപ്പില്ല. പക്ഷേ സിറിയയിൽ നടന്ന അധികാര കൈമാറ്റം ഉണ്ടല്ല, ഈ ജോലാനി എന്ന് പറഞ്ഞ തീവ്രവാദി അധികാരത്തിൽ വന്നത്, അവരുപയോഗിച്ചത് മൊബൈൽ ഫോണായിരുന്നു. ടാങ്കുകളെ വഴിതെറ്റിക്കാനും പൊട്ടിത്തെറിപ്പിക്കാനും ഒക്കെ ആയിട്ട് മൊബൈൽ ഫോൺ അവർ ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അമേരിക്കയുടെ സഹായത്തിലായിരുന്നു അത് ചെയ്തത്. എവറി ഇലക്ട്രോണിക് ഡിവൈസ് ക്യാൻ ബി വെപ്പണൈസ്ഡ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ എൻ്റെയോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ വെപ്പണൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. പക്ഷേ നമ്മൾ 1, 2, 3 കൊല്ലമൊക്കെ കഴിയുമ്പോൾ മൊബൈൽ ഫോൺ മാറുമല്ലോ. ആ മാറിയ ഫോൺ വെപ്പണൈസ് ചെയ്യാൻ പറ്റിയതായിരിക്കും. ഒരു പ്രത്യേക സിഗ്നൽ അതിൽ അയച്ചു കഴിഞ്ഞാൽ ആ ഫോൺ ചൂടാകുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇത് നിമിഷ നേരം കൊണ്ട് സംഭവിക്കും. അങ്ങനെയാണ് ഇസ്രായേൽ പേജർ സ്ഫോടനവും വാക്കി ടോക്കി സ്ഫോടനവും നടത്തിയത്. അതും ഇതുപോലെ 2-2.5 വർഷത്തെ ക്ഷമയോടെയുള്ള മാനിപ്പുലേഷൻസിലൂടെയാണ് അവരത് സാധിച്ചത്. ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഗ്രാഹ്യമുള്ളവർക്കൊക്കെ
ഞാനീ പറയുന്ന കാര്യം മനസ്സിലാകും. അതില്ലെങ്കിൽ പോലും, ടെക്നോളജി അറിയില്ലെങ്കിൽ പോലും സാമാന്യ ബുദ്ധിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപൂർവമായിട്ടെങ്കിലും മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച വാർത്ത നിങ്ങൾ വായിച്ചിട്ടില്ലേ? ടി വിയിൽ കണ്ടിട്ടില്ലേ? പത്രത്തിൽ വന്നിട്ടില്ലേ? ഈ അപൂർവമായ സംഭവം പ്ലാൻ ചെയ്ത് നടത്താൻ എന്താ തടസ്സം? ചെയ്യാലോ. അപൂർവമായിട്ട് പൊട്ടിത്തെറിക്കുന്ന സാധനം റെഗുലർ ഇൻ്റർവെല്ലിൽ ഇന്ന ആളിൻ്റെ കയ്യിലിരിക്കുമ്പോൾ മാത്രം പൊട്ടത്തക്ക രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ വലിയ പ്രയാസമില്ല. അത് ഈ സിറിയയിൽ അവർ ടെസ്റ്റ് ചെയ്തു. അത് വിജയമായിരുന്നു. പേജർ വിജയമായിരുന്നു, വാക്കി ടോക്കി വിജയമായിരുന്നു, മൊബൈൽ ഫോൺ വിജയമായി. ഇത്രയധികമാണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ. ഇതിൽ മനുഷ്യരുടെ ബുദ്ധിയാണ് പ്രധാനം. വലിയ വലിയ ആയുധങ്ങൾ ഒക്കെ ശേഖരിച്ച് വച്ചിരിക്കുന്നത് ലൈക്ക് നമ്മുടെ നാഷണൽ ആർമമെൻറ്റ് ഡിപ്പോ കളമശ്ശേരിയിലെ, ഇതൊക്കെ തകർത്ത് കളയാനായിട്ട് ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഡ്രോൺ പോലെയുള്ള, കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന ഡ്രോണില്ലേ, ആ വലിപ്പത്തിലൊക്കെയുള്ള ഡ്രോണാണ് ഈ പറന്നു പോകുന്നത്. റഡാർ വെച്ചൊന്നും അതിനെ പിടിക്കാൻ പറ്റില്ല. ലോ ലെവലിൽ അങ്ങ് പറന്നു പോകും. കാക്കയാണോ കിളിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. ഈ ഓപ്പറേഷൻ യുക്രൈൻ ചെയ്തു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. റഷ്യ അത് സമ്മതിച്ചു. യെസ്, യുക്രൈൻ ഡിഡ് ഇറ്റ്, വി അക്സെപ്റ്റ്, ഞങ്ങൾക്ക് അടി കിട്ടി എന്ന് പറഞ്ഞു. ഇനി എന്തായിരിക്കും റഷ്യയുടെ തിരിച്ചടി എന്നെനിക്കറിയില്ല. ഞാൻ ഈ വാർത്ത വായിച്ച് ഈ വീഡിയോ ചെയ്യുമ്പോൾ റഷ്യ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ തന്നെ യുക്രൈനെതിരെ ഉപയോഗിക്കും, ICBM ഉപയോഗിക്കും, സർവ്വസംഹാരകമായ യുദ്ധത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നു. ഒരുപക്ഷെ പോയെന്നും വരും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വാർത്തയും കൂടെ നിങ്ങൾ കണ്ടു എന്ന് വരും. ഞാനാകെ പറയുന്നത് ഭാരതം വളരെ ജാഗരൂകമാകേണ്ട സമയമാണ്. ഓരോ പൗരനും ജാഗരൂകരായിരിക്കണം. നമ്മളുടെ സീപോർട്ട് എല്ലാം തന്നെ സെക്യൂരിറ്റി വളരെ ടൈറ്റൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ലൂസായിട്ട് ആരെങ്കിലും വരിക പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ആ കാലം കഴിഞ്ഞു. ഇനി അതിനുള്ള അവസരമല്ല. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് വളരെ വലിയൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം നമ്മളുടെ മനസ്സിൽ അതേ ഗൗരവത്തോടെ നിൽക്കണം. നമ്മുടെ രാജ്യം ഒരു യുദ്ധസജ്ജമായ രാജ്യമാണ് ഇപ്പോൾ. ആ യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. താങ്ക് യു.